കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 7 കിലോമീറ്റർ ദൂരത്തിൽ ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള 4BHK ബാത്ത് അറ്റാച്ച് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ. എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പള്ളിക്കരക്ക് തൊട്ടരികിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു വീടും 95% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട മറ്റൊരു വീടുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പൂർത്തീകരിക്കപ്പെട്ട വീട് വരുന്നത് 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ 90% പൂർത്തീകരിക്കപ്പെട്ട വീടാണ് നമ്മളിപ്പോൾ കണ്ടതും. ആ വീട് വരുന്നത് 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമേ പറഞ്ഞ 5.5 സെന്റിൽ പൂർത്തീകരിക്കപ്പെട്ട വിശാലമായിട്ടുള്ള വീടിന്റെ വിശേഷങ്ങളാണ്. വില്ല കമ്മ്യൂണിറ്റിയിൽ 5 മീറ്ററോളം വീതി വരുന്ന വഴിയാണ് നമുക്ക് ആദ്യാവസാനം ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. 3 വലിയ SUVകൾ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമാണ് നമുക്ക് ഈ വീടിന്റെ മുൻഭാഗത്തായി ലഭ്യമാക്കിയിരിക്കുന്നത്. വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കുമാണ്. കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. 2018-ലെയും 2019-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴിദൂരം വരുന്നത് വെറും 500 മീറ്റർ മാത്രമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. വീടിന്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ, ബാങ്കുകൾ, ATMകൾ, ഹോസ്പിറ്റലുകൾ എന്നുവേണ്ട ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാവുന്നതാണ്. വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നീളമേറിയ വലിയൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തുറക്കാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഭംഗിയാർന്നിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈനിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത്. മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു TV യൂണിറ്റ് നമുക്ക് കാണുവാനായും കഴിയും. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. ഏകദേശം 15ഓളം പേർക്ക് വരെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വിശാലത നമുക്ക് ഈ ഭാഗത്തും ലഭ്യമാക്കിയിരിക്കുന്നു. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും. ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടറിനായിട്ടുള്ള സ്പേസ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഒന്ന് പരിശോധിക്കാം. മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ വിശാല കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി മൾട്ടിവുഡുകളുള്ള കബോർഡുകളും നമുക്ക് കാണുവാനായി കഴിയും. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുമാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ 1ാമത്തെ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 12 അടി നീളത്തിലും 12 അടി വീതിയിലുമാണ്. വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും വലിയൊരു വാർഡ്രോബും മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ 1ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 14 അടി നീളത്തിലും 12 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. വലിയൊരു വാർഡ്രോബ് ബെഡ്റൂമിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിരിക്കുന്നുമുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത്. കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്റ്റെയർ കയറി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ
ഫസ്റ്റ് ഫ്ലോറിലെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത്. 14 അടി നീളവും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 14 അടി നീളവും 12 അടി വീതിയിലും തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബേ വിൻഡോയും നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബും നൽകിയിരിക്കുന്നുമുണ്ട്. നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി വിശേഷങ്ങളിലേക്കുമാണ്. വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടുകളുടെ വിലയിലേക്ക് പ്രവേശിക്കാം. 5.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ചെയ്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 75 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. അതേപോലെ തൊട്ടടുത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 5 സെന്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന 2150 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന് ആവശ്യപ്പെടുന്ന തുക 72 ലക്ഷം രൂപയുമാണ്. ഈ വിലയും തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ഈ രണ്ട് വീടുകൾക്കും ബാങ്ക് ലോൺ ഫെസിലിറ്റി നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതുമാണ്. മനോഹരമായിട്ടുള്ളൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകളും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.